പരമമായ ആത്മതത്വത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വർണ്ണാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച്, വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നമ്മളെല്ലാവരും എങ്ങനെയാണ് ജീവിത തത്വം ഗ്രഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ഉള്ളത്. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ശ്ലോകം 13. അതഃ പുംബീർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഒന്നുകൂടി നോക്കാം. അതഃ പുംഭേർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. അനിയം നോക്കാം. അതഃ ദ്വിജശ്രേഷ്ഠാഃ പുംഭി വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. അനേകം ഒന്നുകൂടി നോക്കാം. അതഃ ദ്വിജശ്രേഷ്ഠാഃ പുംഭി വർണ്ണാശ്രമ വിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. അതഃ പുംഭി ദ്വിജശ്രേഷ്ഠാഃ വർണ്ണാശ്രമ വിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. ഒന്നുകൂടി നോക്കാം. അതഃ പുംഭി ദ്വിജശ്രേഷ്ഠാഃ വർണ്ണാശ്രമ വിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. അതഃ അതിനാൽ, പുംഭി മനുഷ്യർ, ദ്വിജശ്രേഷ്ഠാഃ ശ്രേഷ്ഠന്മാരായ ദ്വിജന്മാരെ, വർണ്ണാശ്രമ വിഭാഗശഃ വർണ്ണവും ആശ്രമവും അനുസരിച്ച്, സ്വനുഷ്ഠിതസ്യ ശരിയായി ആചരിച്ച, ധർമ്മസ്യ ധർമ്മത്തിൻ്റെ, സംസിദ്ധി സമ്പൂർണത, ഹരിതോഷണം ഹരിയെ പ്രസാദിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. അതുകൊണ്ട് അല്ലയോ ദ്വിജശ്രേഷ്ഠന്മാരെ, മനുഷ്യർ തൻ്റെ വർണ്ണാശ്രമധർമ്മം ശുദ്ധമായി അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പരമമായ ഫലം എന്താണെന്നാൽ ഭഗവാൻ ശ്രീഹരിയെ സന്തോഷിപ്പിക്കുക എന്നത് തന്നെയാണ്. ധർമ്മത്തിൻ്റെ വിജയം പദവിയോ പ്രശസ്തിയോ അല്ല, ഭഗവത് ദോഷം തന്നെയാണ് ധർമ്മത്തിൻ്റെ പരിപൂർണത. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.